dear students, welcome back to your classroom. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഷെയ്ഡിങ്ങും അതേപോലെ തന്നെ പോർട്രേറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ബ്ലെൻഡിങ് സ്റ്റംപ്. അതേപോലെ റൈസർ പേന. ഈ റൈസർ പേനയുടെ ഉപയോഗം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? നമുക്ക് മൈന്യൂട്ട് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് റൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ റൈസർ പേന കേട്ടോ. അതേപോലെ തന്നെ ബ്ലെൻഡിങ് സ്റ്റംപ് നമുക്ക് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞാട്ടോ. ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് അതിന് എത്ര റേറ്റ്, അതേപോലെ തന്നെ അതെവിടെ കിട്ടും എന്നുള്ളതൊക്കെ. ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ എൻ്റെ വീഡിയോയിലൊന്നും തന്നെ വലിയ കോസ്റ്റ്ലി മെറ്റീരിയൽസ് കാണിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് പകരമുള്ള പല സംഭവമാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. പൊതുവെ കുട്ടികൾക്ക് ധാരണയുണ്ട് ഈ ഒരു മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു വർക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പൊ ആ ഒരു ധാരണ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ കാണിച്ച് തരുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതിന്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാനും മറന്നു പോകരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇനിയും നല്ല വീഡിയോസ് ഒക്കെ നിങ്ങൾക്കായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ഫസ്റ്റ് ബ്ലെൻഡിങ് സ്റ്റെമ്പാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ടിഷ്യൂ പേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് മുകളറ്റം വരെ സ്ക്രോൾ ചെയ്യുക കേട്ടോ. ഫസ്റ്റ് ഞാൻ സ്ക്രോൾ ചെയ്തപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ സ്ക്രോൾ ചെയ്തൊന്ന് നിവർത്തിയിട്ട് ഒന്നുകൂടി സ്ക്രോൾ ചെയ്തപ്പോൾ കറക്റ്റായിട്ട് നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഈ ഭാഗത്ത് നമുക്ക് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല തിക്കായിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. എയറൊന്നും കൊടുങ്ങാതെ നല്ല ഒത്തിക്ക് തന്നെ തിക്കായിട്ട് ചെയ്യുക കേട്ടോ. രണ്ടാമത് നമ്മൾ ഇതേപോലെ തന്നെ ഈ സ്ക്രോൾ ചെയ്ത സംഭവം ഇതേപോലെ ടിഷ്യൂ പേപ്പർ ഒന്നുകൂടി സ്ക്രോൾ ചെയ്തെടുക്കുന്നുണ്ട്. നേരത്തെ ചെയ്തതുപോലെ തന്നെ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗത്ത് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. വീണ്ടും ഞാൻ 2 ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ടുണ്ട്. ടോട്ടലി ഞാൻ 5 ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ഈ ബ്ലെൻഡിങ് സ്റ്റെമ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 5 ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടി വരും. അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ബ്ലെൻഡിങ് സ്റ്റെമ്പ് കറക്റ്റ് ലെവലിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്തൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ 2 ഭാഗം ഇങ്ങനെ മടക്കി കൊടുക്കുക കേട്ടോ. ഇത് അത്യാവശ്യം അവിടെ 2 ഭാഗത്തും തിക്നെസ് ഉണ്ടാവില്ല, അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കി. ഇപ്പോൾ ഒരു ഏകദേശം അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൈസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനൊരു അതിബുദ്ധി കാണിച്ചു. അതായത് ഇത് നമുക്ക് ഷാർപ്നർ വെച്ചിട്ട് ഷാർപ്പ് ചെയ്യാം. പക്ഷേ എൻ്റെ ഷാർപ്നർ എന്ന് വെച്ചാൽ കുറച്ച് ഓൾഡാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഷാർപ്പായി കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ തെർമോക്കോളൊക്കെ കട്ട് ചെയ്യുന്ന നൈഫ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് നമ്മൾ ഷാർപ്പ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 2 ഭാഗവും നല്ല ഒത്തിക്ക് തന്നെ ഷാർപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെക്കാം. വേറൊരു ബ്ലെൻഡിങ് സ്റ്റെമ്പ് കൂടി വേറൊരു മെത്തേഡ് വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം, ഏതാണ് ബെറ്റർ എന്നുള്ളത് നോക്കാമല്ലോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് മാഗസിൻ്റെ പേപ്പറാണ് കേട്ടോ. ഞാനിവിടെ ഒരു ബുക്കിൻ്റെ സെൻറ്ററിൽ നിന്ന് പിയ്തെടുത്തിട്ടുള്ള പേപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സ്ക്രോൾ ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ 2 സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു പേപ്പർ അല്ല ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ ഒരു പേപ്പർ വെച്ചിട്ട് സ്ക്രോൾ ചെയ്യായിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് ഈസി ആയിട്ട് റൗണ്ട് കറക്റ്റായിട്ട് വരാനും നല്ലത് കേട്ടോ. എപ്പോഴും നല്ല തിക്കായിട്ട് തന്നെ നല്ല വൃത്തിക്ക് തന്നെ സ്ക്രോൾ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് രീതിയിൽ നമ്മളെ വിചാരിച്ച ബ്ലെൻഡിങ് സ്റ്റെമ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ നന്നായിട്ട് ടൈറ്റിൽ സ്ക്രോൾ ചെയ്യുക. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഈ ഭാഗത്ത് ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു A4 ഷീറ്റ് വെച്ചിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മാഗസിൻ്റെ പേപ്പർ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ബ്ലെൻഡിങ് സ്റ്റെമ്പ് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം 2 പേപ്പറും അതേപോലെ ഒരു A4 ഷീറ്റും മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തിട്ട്. അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല കട്ടിയായിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഉറപ്പില്ലാത്ത 2 ഭാഗം ഉണ്ടല്ലോ, അത് നമുക്കിതുപോലെ ഇങ്ങനെ ചുരുട്ടിയിട്ട് ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കട്ടെ. ഇത് കട്ട് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. നമ്മുടെ ഈ മാഗസിൻ പേപ്പർ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ബ്ലെൻഡിങ് സ്റ്റെമ്പ് നല്ല കട്ടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്തെടുക്കാനും നല്ല റിസ്ക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലെൻഡിങ് സ്റ്റെമ്പ് ഷാർപ്പ് ചെയ്യുക കേട്ടോ. നേരത്തെ ചെയ്തതുപോലെ നമ്മൾ ഷാർപ്നർ വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ബ്ലെൻഡിങ് നൈഫ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ബ്ലേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ബ്ലേഡ് വെച്ചിട്ട് ഷാർപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ള ബ്ലെൻഡിങ് സ്റ്റെം എത്രത്തോളം റിസൾട്ട് ഉണ്ടാക്കുന്നു എന്നുള്ളത് നോക്കാം അല്ലേ.
അപ്പോൾ ഞാനിവിടെ 3 ബോക്സായിട്ട് ലൈൻസ് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ബ്ലെൻഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുള്ള ബ്ലെൻഡിങ് സ്റ്റമ്പാണ്. നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ആയിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ യൂസ് ചെയ്യുന്നത് മാഗസിൻ പേപ്പർ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ബ്ലെൻഡിങ് സ്റ്റമ്പാണ് കേട്ടോ. മൂന്നാമത് നമ്മൾ ചെയ്യുന്നത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ബ്ലെൻഡിങ് സ്റ്റമ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും മൂന്നും നല്ല രീതിക്ക് തന്നെ ബ്ലെൻഡ് ആയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ മാഗസിൻ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് മറ്റതിനെ അപേക്ഷിച്ച് ഇച്ചിരി ടൈം എടുത്തു എന്നുള്ളതാണ്. എന്നാലും നല്ല രീതിക്ക് തന്നെ രണ്ടും നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് റൈസർ പേനയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്കെച്ച് കളർ എടുത്തിട്ടുണ്ട്. പഴയൊരു റൈസറും എടുത്തിട്ടുണ്ട് കേട്ടോ. പുതിയ റൈസറൊന്നും എടുത്തിട്ട് ആരും പരീക്ഷണത്തിന് മുതിരണ്ട കേട്ടോ. തല്ല് കിട്ടിയാൽ ഞാൻ ഉത്തരവാദിയായിരിക്കില്ല. അപ്പോൾ നമ്മുടെ ഈ റൈസറുമ്മേക്ക് ഈ സ്കെച്ച് കളറൊന്ന് അമർത്തി കൊടുത്താൽ നമുക്ക് ആവശ്യത്തിന് വേണ്ട എത്ര അളവ് വേണമെന്നുള്ളത് അവിടെ മാർക്ക് ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഇതിൻ്റെ ബാക്കിലേക്ക് ഇതൊന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അറ്റം നമുക്ക് ഇതുപോലെ ഒന്ന് ഷാർപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ വേസ്റ്റൊക്കെ നമുക്ക് കളഞ്ഞിട്ട് ഈ ഒരു സംഭവം ഇതിൻ്റെ ബാക്കിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് അമർത്തി കൊടുക്കുക. ഇനി ഇത് അവിടെ നിന്നോളും, ഇനി അവിടുന്ന് ചാടൂല. അപ്പോൾ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നല്ല രീതിക്ക് തന്നെ റൈസായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എന്താ പറയുക റൈസർ പേന യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പോർട്രേറ്റും മറ്റും ചെയ്യുമ്പോൾ ഹെയർ അതേപോലെ കൃഷ്ണമണിയൊക്കെ ഹൈലൈറ്റുള്ള ഭാഗങ്ങൾ നമുക്ക് മൈന്യൂട്ടായിട്ടുള്ള ഭാഗങ്ങൾ റൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് റൈസർ പേന യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ള റൈസർ പേന ഇതാണ് കേട്ടോ. മാർക്കറ്റിൽ നമുക്ക് ഷോപ്പിലൊക്കെ 165 രൂപക്കാണ് ഈ റൈസർ പേന വാങ്ങാൻ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും വീട്ടിൽ തന്നെ ഉള്ള ഈ ഒരു സംഭവമൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തന്നെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള സംഭവം റൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാലും ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.